ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, അതിൽ അമീൻസ്, എസ്പെഷ്യലി പ്രൈമറി അമീൻ, അതിൻ്റെ സിന്തസിസിനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് വിച്ച് ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ യുവർ സിലബസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഇത് ഹോഫ്മാൻ ബ്രോമമൈഡ് സിന്തസിസ് എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പം അതോടെ അമീൻസിൻ്റെ സിന്തസിസിനുള്ളതാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് ഗബ്രിയേൽസ് താലിമൈഡ് സിന്തസിസ്. ഓക്കെ, സോ ഇത് രണ്ടും പ്രിപ്പറേഷനുള്ള മെത്തേഡാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഹോഫ്മാൻ ബ്രോമമൈഡ് സിന്തസിസ് ആൻഡ് ഗബ്രിയേൽസ് താലിമൈഡ് സിന്തസിസ്. അപ്പം രണ്ട് റിയാക്ഷൻ്റെയും പേര് ക്ലിയറായി. ഹോഫ്മാൻ ഡിവൈസ് ചെയ്താണിത്. രണ്ടാമത്തെ മെത്തേഡ് ഗബ്രിയേലിൻ്റെ സ്വന്തം. അപ്പോൾ നമുക്ക് ആദ്യം ഹോഫ്മാൻ ബ്രോമമൈഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ ബ്രോമമൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രോമിനുണ്ട്, അമൈഡും ഉണ്ട്. കാണാം, ഒരു അമൈഡ് ബ്രോമിൻ ആൻഡ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അമീൻ ഉണ്ടാകുന്നതാണ്. അവിടെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു CH3CONH2, ദിസ് ഈസ് അസെറ്റമൈഡ്, അത് ബ്രോമിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ്. ഇതിൻ്റെ റിയാക്ഷൻ പ്രോഡക്റ്റാണ് ഇവിടെ റിയാക്ഷൻ നടത്തുന്നത്. അതിൽ നിന്ന് നമുക്കൊരു പ്രൈമറി അമീൻ, കാരണം ഇവിടെ ഈ CO ഗ്രൂപ്പ് ഡിസപ്പിയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കണം. പക്ഷേ ആദ്യം അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റെപ്പിംഗ് ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് 2 കാർബൺ കോമ്പൗണ്ടാണ്. ഈ CH3 ഒരു കാർബണും CO കാർബണും ചേർന്ന് 2 കാർബൺ കോമ്പൗണ്ട്. ഒരു അമൈഡിനെ ഒരു കാർബണുള്ള ഒരു അമീനായിട്ട്, പ്രൈമറി അമീനായിട്ട് മാറ്റും. 1 കാർബൺ കോമ്പൗണ്ട്, ദിസ് ഇസ് 2 കാർബൺ കോമ്പൗണ്ട്സ്. ഒരു ഡീഗ്രഡേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോഫ്മാൻ ബ്രോമമൈഡ് ഈസ് എ ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഇറ്റ്സ് എ ഡീഗ്രഡേഷൻ പ്രോസസ്, ഡീഗ്രഡേഷൻ സിന്തസിസ്, ഡീഗ്രഡേഷൻ. ഇതും പ്രത്യേകം ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ദ ഗബ്രിയേൽസ് താലിമൈഡ് സിന്തസിസ്. Here the starting compound is a thalamide reacting with an alkyl halide to form an amine. ഇവിടെ താലിമൈഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ താലിമൈഡ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് NH തന്നെയാണ്, പിന്നെ KOH റിയാക്ട് ചെയ്തിട്ട് പൊട്ടാസ്യം താലിമൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ H എന്ന് പറയുന്നത് അയണൈസബിൾ ആണ്, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് 2 CO ഗ്രൂപ്പ്. ഇവിടെ ഇലക്ട്രോൺ പുള്ള് വരും, അതനുസരിച്ച് നൈട്രജനിൽ നിന്ന് ഇലക്ട്രോൺ പുള്ള് വരും. അതുകൊണ്ട് Hന് ഈസി ആയിട്ട് H+ ആയിട്ട് അയണൈസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ H+നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു K+ന് അവിടെ ഈസി ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അത് പൊട്ടാസ്യം താലിമൈഡ് ഫോം ചെയ്യും. ഈ പൊട്ടാസ്യം താലിമൈഡ് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പം ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള അമീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് N ആൽക്കൈൽ താലിമൈഡാണ്. ഇവിടെ അടുത്ത സ്റ്റെപ്പ് ഒരു ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് OH, വാട്ടറിലെ OH ഈ കാർബണൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് COOH ആകും. ഇവിടെയും അതുപോലെ COOH ഫോം ചെയ്യും. ഹൈഡ്രജൻ നൈട്രജനിൽ ആഡ് ചെയ്തിട്ട് RNH2 അവിടെ ഫോം ചെയ്യും. സോ RNH2 പ്ലസ് താലിക് ആസിഡ് റിലീസ് ചെയ്യും. സോ ഇങ്ങനെ രണ്ട് റിയാക്ഷൻസാണ് ഇതിൽ. ഫസ്റ്റ് വൺ ഒരു ഡീഗ്രഡേഷൻ പ്രോസസ്സാണ്. സെക്കൻഡ് വണ്ണ് ഒരു ആക്ച്വലി ഇവിടെ താലിമൈഡ് ഒരു ഫെസിലിറ്റേറ്ററാണ്. അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് RNH2 ഫോം ചെയ്യാനുള്ള ഒരു സൈറ്റായിട്ടാണ് നമ്മുടെ താലിമൈഡ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? താങ്ക് യു.